ആദ്യം ശ്രീ ബസന്ത്, ഇവിടെ BJP നമുക്കറിയാം ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ എല്ലാ സമുദായത്തെയും കൂടെ നിർത്താൻ അവർ ശ്രമിക്കും. കേരളത്തിൽ നല്ല സ്വാധീനമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞ കുറേ കാലമായി അവരുടെ ശ്രമമുണ്ട്. അത് നമ്മൾ തൃശ്ശൂരൊക്കെ അവർ വിജയിച്ചു ഒരു പരിധിവരെ എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അതിനപ്പുറത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ ഡൽഹിയിൽ ആസ്ഥാനത്ത് എന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവർ ബിഷപ്പ്മാർക്കൊപ്പം വേദി പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിൽ അവർ ഭവനങ്ങളിൽ കേക്കുമായി എത്തുന്നു, കൈകൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികൾ. ഇന്നിപ്പോൾ ബിഷപ്പിനെ സന്ദർശിക്കുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതിനിടയിലാണ് ഇതിനൊക്കെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിലുള്ള VHPയുടെ ആക്രമണവും മറ്റും ഉണ്ടാകുന്നത്, VHPയുടെ ചില വിലട്ടലുകളും മറ്റും ഉണ്ടാകുന്നത്. ഇത് ഈ BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? തീർച്ചയായും. കാര്യം ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ BJPക്ക് വിവിധ സാമുദായിക സംഘടനകളെ സമീപിക്കാം, യാതൊരു പ്രശ്നവുമില്ല. കാര്യം നമ്മുടെ സെക്യുലറിസം ഇൻക്ലൂസീവ് സെക്യുലറിസമാണ്. മതങ്ങളെയോ മതസംഘടനകളെയോ സാമുദായിക സംഘടനകളെയോ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മതേതരത്വമല്ല രാജ്യം വിഭാവനം ചെയ്യുന്നത്. അവർ മതസംഘടനകളെ, ചർച്ചിനെ, സഭയെ സന്ദർശിക്കുന്നതിലോ അവരെ ചേർത്ത് നിർത്തുന്നതിലോ ഒന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അത് രാഷ്ട്രീയപരമായ ലാഭേച്ഛയോടുകൂടിയാണ് എന്ന് നമ്മൾ പറയും, അത് സത്യവുമാണ്. പക്ഷെ അത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നോക്കൂ, ഒരു സൈഡിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള BJP ക്രിസ്ത്യൻ വീടുകളിലേക്ക് കേക്കുമായി വരുമ്പോൾ മറു സൈഡിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് സംഘപരിവാർ സംഘടനകൾ വടിയും കുറുവടിയുമായി ചെല്ലുകയാണ്. അവിടെ ക്രിസ്തുമസ് ആഘോഷം പാടില്ല എന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്ന് പറയുകയാണ്. നോക്കൂ, രഞ്ജിത്തോ ഒക്കെ ഇവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചതോ ഓണം ആഘോഷിച്ചതോ ബക്രീദ് കൊണ്ടാടിയതോ ഒന്നും മതം നോക്കിയാണോ? ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ നായരാണോ മറ്റേതെങ്കിലും വിഭാഗമാണോ എന്ന് നോക്കിയാണോ ഏതെങ്കിലും ആഘോഷം കൊണ്ടാടിയത്? അല്ല. പക്ഷേ 4-3-7 വോട്ടിന്റെ വർധന ഉണ്ടായപ്പോ BJPക്ക് ഉണ്ടായപ്പോ സീറ്റ് കിട്ടിയിട്ടല്ല കേട്ടോ, 4-3-7 വോട്ടിന്റെ വർധന ഉണ്ടായപ്പോ അവരങ്ങ് അഴിഞ്ഞാടുകയാണ്. ഇവിടെ ക്രിസ്തുമസ് ആഘോഷിക്കണ്ട, ഇവിടെ ബക്രീദ് ആഘോഷിക്കണ്ട, ഇനി ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും BJP സംഘടിപ്പിക്കുന്നത്, ബാലഗോകുലം സംഘടിപ്പിക്കുന്നത്, സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്നത് ആഘോഷിച്ചാൽ മതി എന്നുള്ള തീരുമാനങ്ങളിലേക്ക്. അല്ലാതെ BJPയുടെ തീരുമാനമല്ല, ഇത് സംഘപരിവാറിന്റെ ഭാഗമായ VHP ആണ് വസന്ത തീരുമാനം. അത്ര തീരുമാനമല്ല, ചില ഭാഗങ്ങളിൽ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ മുതുകുളത്തെ കാര്യമൊക്കെ ഞാൻ പറയുകയായിരുന്നു. പക്ഷേ ഇത് K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. പാർട്ടി വിട്ടുപോയവരുടെ പങ്ക് അദ്ദേഹം പ്രധാനമായും ഉന്നം വെച്ചത് നിങ്ങൾക്കൊപ്പം വന്ന സന്ദീപ് വാര്യരെയാണ്. പാലക്കാട്ടാണല്ലോ ഈ സംഭവം നടന്നത്. പാർട്ടി വിട്ടുപോയവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയമൊക്കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. BJP കൊണ്ടുപിടിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ ചേർക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം മാത്രം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് BJPയുടെ ആത്മാർത്ഥതയെ സംശയിക്കാനാവില്ലല്ലോ. ശ്രീ രഞ്ജിത്ത്, അങ്ങ് നോക്കൂ, ഇപ്പോ സംഘപരിവാർ സംഘടനയിൽ ആ പാർട്ടി വിട്ടുപോയ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് ഈ സുരേന്ദ്രനെതിരായ ഒരു മൂവ്മെന്റ് നടത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ്. അങ്ങനെ നടക്കുന്നില്ല, അതല്ല യാഥാർത്ഥ്യം. ഇനി അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ആരോപിക്കാൻ പോലും, അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇറക്കി വിട്ടാൽ പോലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ സ്വാധീനം, പരിവാർ സംഘടനകളിൽ സ്വാധീനം BJP വിട്ടുപോയ BJPയുടെ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിനാണ്, നിലവിലെ കോൺഗ്രസ് നേതാവിനാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക? നോക്കൂ, ഇപ്പൊ പാലക്കാട് മാത്രമല്ലല്ലോ, ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. ക്രിസ്തുമസ് ആഘോഷത്തിന് നേരെ, കരോൾ സംഘത്തിന് നേരെ പരിവാർ സംഘടനകൾ പാഞ്ഞെടുത്തു. ഇനി ഇത് രണ്ടും പോകട്ടെ, ചിലപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുമായിരിക്കും ഇതെല്ലാം പരിവാർ സംഘടനകളല്ലേ, BJP അല്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ആ മധ്യപ്രദേശിലെ സർക്കാർ ഗവൺമെന്റ് ഓർഡർ ജിയോ ഇറക്കി, ക്രിസ്തുമസ് ആഘോഷങ്ങൾ സ്കൂളുകളിൽ പാടില്ല. ഏത് സ്കൂളുകളിൽ? ഗവൺമെന്റ് സ്കൂളുകളിൽ പാടില്ല എന്ന് പറയാം. പക്ഷേ കേരളത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ, കേരളത്തിലൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിലും ക്രിസ്മസും ഓണവും ബക്രീദും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷേ മധ്യപ്രദേശ് സർക്കാർ ജിയോ ഇറക്കുകയാണ്, ക്രിസ്തുമസ് ആഘോഷം പാടില്ല. എവിടെ? ഗവൺമെന്റ് സ്കൂളിൽ മാത്രമല്ല, പ്രൈവറ്റ് സ്കൂളുകളിൽ, പ്രൈവറ്റ് ആരാധനാലയങ്ങളിൽ ഒന്നും ക്രിസ്തുമസ് ആഘോഷം ആവശ്യമേ ഇല്ല. വിദ്യാർത്ഥികളെ, ബാലകന്മാരെ പങ്കെടുപ്പിക്കാൻ പാടില്ല. പങ്കെടുപ്പിച്ചാൽ മതപരിവർത്തന നിയമത്തിന്റെ ഭാഗമായി നിങ്ങളുടെ അധ്യാപകരെ, അതായത് അവിടുത്തെ അധ്യാപകരിൽ കൂടുതലും ക്രിസ്ത്യൻ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെയാണ്, സന്യസ്തരും ഒക്കെയാണ്, അവരെ പിടിച്ചുള്ളിലിടും എന്നുള്ളൊരു ഹത്വ മധ്യപ്രദേശ് സർക്കാർ പുറത്തിറക്കിയാണ്. ഇനി അത് നടപ്പിലാക്കിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? ഉത്തർപ്രദേശിൽ അവിടുത്തെ രൂപതയുടെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഡയറക്ടർ ആയിരുന്ന ഫാദർ 86 ദിവസമാണ്
അവിടുത്തെ സർക്കാർ ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ആ കേസ് തന്നെ എടുത്ത് പള്ളയിൽ കടന്നു സുപ്രീം കോടതി. പക്ഷേ ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ വാദം അദ്ദേഹത്തിന്റെ സ്കൂളിൽ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ചു അത്രേ. ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ചാപ്പൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അത് മതപരിവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറയാണ്. ഇനി അതെല്ലാം പോട്ടെ, ഉത്തരാഖണ്ഡിൽ ഇവർ ഭരിക്കുന്നതോടാണല്ലോ 400ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ, ക്രിസ്ത്യൻ ആദിവാസി കുടുംബങ്ങൾ ബസ്തർ ജില്ലയിൽ അവരെന്ത് ചെയ്യുന്നു? അവരവിടെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോ അവിടേക്ക് BJPയുടെ സംഘപരിവാറിന്റെ നേതൃത്വം എത്തിയിട്ട് പറയാണ്, നിങ്ങൾ ഒന്നെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തോണം, ഹർവാപ്പസിക്ക് വിധേയമായിക്കോണം, ഇനി അങ്ങനെ വിധേയമാകുന്നില്ലെങ്കിൽ നിങ്ങളെ തല്ലി ഓടിക്കുമെന്ന് പറയാ. എന്നിട്ട് ആ ബസ്തർ ജില്ലയിലെ ബസ്തർ എസ്എച്ചോട് അടുത്തോട്ട് ഈ കുടുംബം ഒന്നാകെ, ആദിവാസികളാണെന്ന് ഓർക്കണം, കുടുംബം ഒന്നാകെ ചെല്ലുന്നു, ഞങ്ങളുടെ ജീവന ഭീഷണിയുണ്ട്, ഞങ്ങളെ ഇതാ സംഘപരിവാർ സംഘടനകൾ, BJP ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം മതം മാറാൻ നിർബന്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ പോലും പരാതി എഴുതി മേടിക്കാൻ അവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ മടങ്ങി അവരുടെ ആദിവാസി കുടിലുകളിൽ എത്തുമ്പോ അവർക്കെതിരെ FIR ഇടുകയാണ്. അവർക്കെതിരെയുള്ള FIR, അവർ സ്ഥലം കയ്യേറി, കാട് കയ്യേറി, ഫോറസ്റ്റിൽ അതിക്രമിച്ചു കടന്നു, ചുള്ളിക്കമ്പ് വെട്ടാൻ പോയി എന്ന് പറഞ്ഞ് അവരെ ഓരോരുത്തരെയും നോൺ വയലബിൾ കേസുകളിൽ ഉൾപ്പെടുത്തി 416 FIR ഈ ബസ്തർ ജില്ലയിൽ മാത്രം ഇട്ടു. ആര്? ഉത്തരാഖണ്ഡിലെ സർക്കാർ. ഇപ്പൊ ഇവിടെ പരിവാർ സംഘടനയല്ലേ, BJP നേരിട്ടല്ലല്ലോ എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, UPയിൽ എല്ലാം ഭരിക്കുന്ന BJP, ഭരിക്കുന്ന പാർട്ടി, അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രിമാർ നേരിട്ടാണ് ഈ ക്രിസ്ത്യൻ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. അഡ്വക്കേറ്റ് മനു ജെ വാരപ്പള്ളി, ഇവിടെ നമുക്കറിയാം